സ്നേഹമുള്ളവരെ, ഞാൻ ജസ്റ്റിൻ മാത്യു. ഇന്ത്യൻ പാർലമെൻറ്റിലേക്കുള്ള 2024 തെരഞ്ഞെടുപ്പ് ഫലങ്ങളെപ്പറ്റിയുള്ള എൻ്റെ പ്രവചന വീഡിയോ നിങ്ങളിൽ പലരും കണ്ടു കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അത് ഏതാണ്ട് 100% ശരിയായി എന്നുള്ളതിലുള്ള ചാരിതാർത്ഥ്യവും ഇനി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെപ്പറ്റിയുള്ള എൻ്റെ ഒരു വിലയിരുത്തലും കൂടെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത്. എൻ്റെ പ്രവചനത്തിൽ ഞാൻ പറഞ്ഞു, ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരുമെന്ന്. എന്നാൽ ഇപ്പോൾ നിങ്ങളിൽ പലരും ചോദിക്കും, ആ പ്രവചനം ശരിയായോ എന്ന്. അതിനുള്ള എൻ്റെ മറുപടിയും കൂടിയാണ് ഇന്നത്തെ ഈ വീഡിയോ. ഇന്ത്യ മുന്നണിക്ക് 234 സീറ്റുകൾ മാത്രമാണ് ലഭിച്ചത്. ഇന്ന് ഒരു സ്വതന്ത്രൻ കൂടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ചേർന്ന് ഇന്ത്യ മുന്നണിയുടെ അംഗബലം 235 ആയിരിക്കുകയാണ്. കോൺഗ്രസിൻ്റെ അംഗബലം 100 തികഞ്ഞു. അങ്ങനെയുള്ള ഒരു ശുഭവാർത്തയും കൂടെ ഇന്ന് നമ്മൾ ഷെയർ ചെയ്യുകയാണ്. ഇന്നത്തെ ഈ സാഹചര്യത്തിൽ കോൺഗ്രസും മറ്റ് ഇന്ത്യ മുന്നണിയുടെ ഘടകകക്ഷികളും കൂടെ ചേർന്ന് യോഗത്തിൽ എടുത്ത തീരുമാനം പ്രതിപക്ഷത്തിരിക്കുക എന്നത് തന്നെയാണ്. എന്നാൽ ഇത് ഒരു താൽക്കാലികമായ ഒരു തീരുമാനം മാത്രമാണ്. നിങ്ങൾക്കറിയാം, ഇന്ന് 8-ാം തീയതിത്തേക്കാണ് മോദി തൻ്റെ 3-ാം ഊഴത്തിന് സത്യപ്രതിജ്ഞയ്ക്കുള്ള തീയതി തീരുമാനിച്ചിരുന്നത്. അത് ജ്യോതിഷന്മാരെയൊക്കെ കണ്ട് ശുഭമുഹൂർത്തം കുറിച്ചതാണ്. എന്നാൽ ആ തീയതി മാറ്റപ്പെട്ടു. ഇനി എന്ന് തീരുമാനിച്ചാലും അത് ഇത്രയും ശുഭകരമായ ഒരു ദിനമായിരിക്കില്ല. അതിൻ്റെ അർത്ഥം തന്നെ അങ്ങനെ ശപഥം ചെയ്ത് അധികാരത്തിൽ വരുന്ന മോദിയുടെ ഗവൺമെൻറ്റിൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് പിന്നാലെ കാണാൻ സാധിക്കും. ഇന്ന് നരേന്ദ്രമോദിക്കും BJPക്കും ഒരു പൂർണ്ണ ഭൂരിപക്ഷം ലഭിച്ചിട്ടില്ല. വെറും 242 അംഗങ്ങളുടെ മാത്രം ഭൂരിപക്ഷമുള്ള BJP തങ്ങളുടെ NDA സഖ്യകക്ഷികളായ JDUവിൻ്റെയും TDPയുടെയും ഒക്കെ പിന്തുണയോടുകൂടിയാണ് ഗവൺമെൻറ് ഉണ്ടാക്കാൻ പോകുന്നത്. എന്നാൽ നിങ്ങൾക്കറിയാം, ഈ TDPയുടെ ചന്ദ്രബാബു നായിഡുവും JDUവിൻ്റെ നിതീഷ് കുമാറും ഒക്കെ എത്ര നല്ല രാഷ്ട്രീയ കളിക്കാരാണെന്നുള്ളത്. അവരിതിനു മുമ്പ് പല മുന്നണി സർക്കാരുകളിൽ അംഗങ്ങളാകുകയും അതിനെ നയിക്കുകയും ഒക്കെ ചെയ്തിരുന്നവരാണ്. നരേന്ദ്രമോദി ഡൽഹിയിൽ കൂടെ ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്യുമ്പോൾ ചന്ദ്രബാബു നായിഡു ഹൈദരാബാദിനും ഡൽഹിക്കും ഇടയിൽ വിമാനത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അന്നൊരു വാമൊഴിയുണ്ട്. ചന്ദ്രബാബു നായിഡുവിൻ്റെ ഒരു കാല് ഹൈദരാബാദ് എയർപോർട്ടിലും മറ്റൊരു കാല് ഡൽഹി എയർപോർട്ടിലുമാണ്. അദ്ദേഹം അങ്ങനെ വളരെ അടുപ്പിച്ച് വിമാനയാത്രകൾ ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ കേന്ദ്രമന്ത്രിസഭയിലെ അംഗമല്ലായിരുന്നിട്ട് പോലും അദ്ദേഹമായിരുന്നു കിങ് മേക്കർ എന്ന സ്ഥാനം വഹിച്ചിരുന്നത്. അത്
1991 മുതലുള്ള കഥയാണ്. അപ്പോൾ അത്രയും പഴക്കവും പരിചയമുള്ള ആളാണ് ചന്ദ്രബാബു നായിഡു. നിതീഷ് കുമാറിനെ പറ്റി നിങ്ങൾക്കറിയാം. അദ്ദേഹം ഏത് നിമിഷവും അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ മാറ്റം വരുത്തും. അദ്ദേഹത്തിന് ഒരു നിലപാടേ ഉള്ളൂ. അദ്ദേഹം ബീഹാറിൻ്റെ വികസനം മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. അദ്ദേഹത്തെ ഒരു കാലുവാരി അല്ലെങ്കിൽ കാലുമാറ്റക്കാരൻ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അദ്ദേഹം ബീഹാർ ജനതയുടെ അഭിവൃദ്ധിക്കും വികസനത്തിനും പുരോഗതിക്കും വേണ്ടിയിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു യഥാർത്ഥ സോഷ്യലിസ്റ്റാണ്. അതുകൊണ്ട് ഈ നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡുവിനെയും കൊണ്ട് ഒരു മുന്നണി ഗവൺമെൻറ് നരേന്ദ്രമോദി എത്ര നാൾ കൊണ്ടു നടക്കുമെന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഇവർ ഒരു കാരണവശാലും ഈ സർക്കാർ, അതായത് 9-ാം തീയതി മാറ്റിവെച്ചിരിക്കുന്ന ഡേറ്റ് 9-ാം തീയതിയാണ്, ഞായറാഴ്ച, അന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്ന ഈ ഗവൺമെൻറ് ഒരു കാരണവശാലും 6 മാസത്തിൽ കൂടുതൽ ഭരിക്കില്ല എന്ന് ഞാൻ വളരെ വ്യക്തമായ രീതിയിൽ ഞാൻ പ്രവചിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതിനുള്ള കാരണങ്ങൾ സുവ്യക്തമാണ്. കാരണം നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിനൊരു മുന്നണി ഗവൺമെൻറ്റിനെ നയിച്ചുള്ള ഒരു ശീലമില്ല, പരിചയമില്ല. അദ്ദേഹം എപ്പോഴും ഭൂരിപക്ഷ ഗവൺമെൻറ്റിനെ ഏകാധിപത്യ രീതിയിൽ ഭരിക്കുക, നരേന്ദ്രമോദിയും അമിത്ഷായും കൂടെ ഓരോ ദിവസവും ചുട്ടെടുക്കുന്ന അപ്പം അല്ലെങ്കിൽ അപ്പം ചുട്ടുന്ന പോലെയാണ് ഓരോ പോളിസികളും നയങ്ങളുമൊക്കെ ഇന്ത്യയിൽ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അതിന് BJP MP-മാരുടെയോ മറ്റ് ഘടകകക്ഷി നേതാക്കളുടെയോ ഒന്നും അഭിപ്രായം ഒരിക്കൽ പോലും അവർ ആലോചിച്ചിട്ടോ ചോദിച്ചിട്ടോ ഇല്ല. അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് നോട്ട് നിരോധനം. നോട്ട് നിരോധനം നടന്ന ആ 8-ാം തീയതി രാത്രി 8 മണിക്ക് ദൂരദർശനിലൂടെ നരേന്ദ്രമോദി പ്രഖ്യാപിക്കുമ്പോഴാണ് അന്നത്തെ ഇന്ത്യയുടെ ധനകാര്യമന്ത്രിയായിരുന്ന അരുൺ ജെയ്റ്റ്ലിക്ക് പോലും ആ കാര്യം അറിയുന്നത്. അപ്പം തീർച്ചയായിട്ടും ഈ രീതിയിൽ ഏകപക്ഷീയമായ തീരുമാനങ്ങൾ എടുത്ത് തൻ്റെ സ്വേച്ഛാധികാരമായ രീതിയിലുള്ള ഏകപക്ഷീയമായ ഭരണം നടത്തിക്കൊണ്ടിരുന്ന മോദി ഒരു കാരണവശാലും ഇന്ന് ഈ മുന്നണി ഗവൺമെൻറ്റിലെ നല്ല രീതിയിൽ കൊണ്ടുപോകുമെന്ന് നമുക്ക് കരുതാൻ സാധിക്കത്തില്ല. നമുക്കറിയാം, ഇപ്പോൾ തന്നെ ഈ 2 സഖ്യകക്ഷികളും അവരുടെ ഓരോ ആവശ്യങ്ങൾ ഉന്നയിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അവരുടെ അവകാശവാദങ്ങൾ വളരെ ശക്തമായ രീതിയിൽ ഉന്നയിക്കുകയും അതിനുവേണ്ടിയുള്ള തീവ്രമായ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. അവർക്ക് ശക്തമായ വളരെ നല്ല വകുപ്പുകൾ വേണം. TDP ആവശ്യപ്പെടുന്നത് അവർക്ക് സ്പീക്കർ സ്ഥാനം വേണം. കാരണം ചന്ദ്രബാബു നായിഡു ഒരിക്കലും അവിടെ ഒരു ക്യാബിനറ്റ് മിനിസ്റ്ററെ അവരോധിക്കാനായിട്ട് അദ്ദേഹത്തിന് താല്പര്യമില്ല. കാരണം അദ്ദേഹം ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയായിട്ട് തന്നെ തുടരാനാണ് സാധ്യത. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അദ്ദേഹത്തിന് വേണ്ടത് സ്പീക്കറാണ്. കാരണം ഇന്നത്തെ പരിസ്ഥിതിയിൽ നമുക്കറിയാം, ഇന്ത്യൻ പ്രസിഡന്റ് ഏറ്റവും വലിയ ഒറ്റക്കക്ഷി എന്ന നിലയിൽ BJPയെ മാത്രമേ വിളിക്കാൻ സാധ്യതയുള്ളൂ മന്ത്രിസഭ രൂപീകരിക്കാൻ. ഇത് നിതീഷ് കുമാറും
നായിഡുവും കൂടെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇത് തന്നെയാണ് അവസ്ഥ. ഇത് വളരെ വ്യക്തമായിട്ട് അറിയാവുന്നവരാണ് ഈ നിതീഷ് കുമാർ നായിഡു. അതുകൊണ്ടാണ് അവരിപ്പോൾ വളരെ ശക്തമായ രീതിയിൽ NDAയുടെ പക്ഷമായിട്ട് തന്നെ നിൽക്കുന്നത്. എന്നാൽ ഈ അവസ്ഥ കഴിഞ്ഞ് 9-ാം തീയതിയിലെ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ഇവർ വീണ്ടും അധികാരത്തിൽ വരുമ്പോൾ തീർച്ചയായും ഇവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാനായിട്ട് നരേന്ദ്രമോദിക്ക് സാധിക്കത്തില്ല. കാരണം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമെന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വിശ്വസ്തനായിട്ടുള്ള ചാണക്യൻ എന്ന് പറയാവുന്ന അദ്ദേഹത്തിൻ്റെ കേന്ദ്രമന്ത്രി അമിത്ഷായാണ്. അദ്ദേഹത്തിനെ ഒരു കാരണവശാലും ആഭ്യന്തരമന്ത്രി പദം കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ് ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം, ഡിമാൻഡ്. ആ ഡിമാൻഡ് അനുസരിച്ച് ഒരു കാരണവശാലും BJPക്ക് പ്രവർത്തിക്കാൻ സാധിക്കത്തില്ല. രണ്ടാമത് ഇവരാവശ്യപ്പെടുന്നത് UCC, യൂണിഫോം സിവിൽ കോഡ്, അതുപോലെ CAA, സിറ്റിസൺ അമെൻഡ്മെൻറ്റ് ആക്ട്, അതുപോലെ അഗ്നിവീർ പ്രോജക്റ്റ്, ഇതൊക്കെ ഇല്ലാതാക്കണമെന്നുള്ളതാണ്. ഇതൊക്കെ ഇല്ലാതാക്കുക എന്നതിനെപ്പറ്റി മോദിക്ക് ചിന്തിക്കാൻ പോലും സാധിക്കത്തില്ല. അപ്പോൾ ഈ രീതിയിലുള്ള ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്ത ആവശ്യങ്ങളാണ് ഈ രണ്ട് സഖ്യകക്ഷികളും കൂടെ ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ തുടക്കത്തിൽ പല്ലുകടി ഉണ്ടായില്ലെങ്കിൽ പോലും ഏതാണ്ട് 3 മാസത്തിനുള്ളിൽ ഇവരുടെ ഇടയിലുള്ള ഈ അനൈക്യം വളരെ ശക്തമായ രീതിയിൽ പുറത്തു വരികയും ഇവർ തമ്മിൽ അകലാൻ തുടങ്ങുകയും ചെയ്യും. അതുപോലെ തന്നെ മോദിയുടെയും അമിത്ഷായുടെയും വേറൊരു ശൈലിയാണ് തങ്ങളുടെ കൂട്ടത്തിലുള്ളതാണെങ്കിലും അല്ലെങ്കിലും പാർട്ടികളെ ഭിന്നിപ്പിക്കുക, അവരുടെ ഇടയിൽ കുത്തിത്തിരിപ്പുണ്ടാക്കി ആ പാർട്ടികളെ പരസ്പരം പിളർത്തി ഇല്ലാതാക്കുക. അതിന് വലിയ തെളിവാണ് നമുക്ക് മഹാരാഷ്ട്രയിലുണ്ടായത്. മഹാരാഷ്ട്രയിൽ അദ്ദേഹത്തോടൊപ്പം ഉണ്ണുകയും ഉറങ്ങുകയും ചെയ്തിരുന്ന വിശ്വസ്തനായ ഉദ്ധവ് താക്കറെയെ നിഷ്പ്രഭനാക്കിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ പാർട്ടിയെ തന്നെ അവിടെ പിളർത്തി അങ്ങനെ യഥാർത്ഥ ശിവസേന തങ്ങളുടെ കൂടെയാണെന്ന് പറയുകയും ഉദ്ധവ് താക്കറെ അദ്ദേഹത്തിൻ്റെ പൈതൃകത്തെ പോലും ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള പ്രസ്താവനകൾ നടത്തുകയും ചെയ്തു. അതുപോലെ തന്നെയാണ് ഒറീസയിൽ നവീൻ പട്നായിക്കിനോട് ചെയ്തത്. നവീൻ പട്നായിക്ക് എക്കാലവും മോദിക്കൊപ്പം നിൽക്കുകയും ഇന്ത്യ സഖ്യത്തിൽ പോലും ചേരാതിരിക്കുകയും ചെയ്ത ഒരു മുഖ്യമന്ത്രിയാണ്. അദ്ദേഹത്തിനെതിരായി BJP വളരെ ശക്തമായ രീതിയിൽ പ്രധാനമന്ത്രി നേരിട്ട് പ്രചരണം നടത്തി ഇന്ന് ഒറീസയിലെ ഭരണം അവർ പിടിച്ചെടുത്തിരിക്കുകയാണ്. അങ്ങനെ തൻ്റെ കൂടെയുള്ളവരാണെങ്കിലും അല്ലെങ്കിലും അല്ലാത്തവരാണെങ്കിൽ ഇപ്പോൾ ഗോവയിലെ കാര്യം നമുക്കറിയാം. ഭൂരിപക്ഷമുള്ള ഒരു ഗവൺമെൻറ്റിനെ അവരേത് രീതിയിലാണ് ഇല്ലായ്മ ചെയ്തതെന്ന്, അല്ലെങ്കിൽ ശരത് പവാറിൻ്റെ പാർട്ടിയെ എങ്ങനെയാണ് അവർ പിളർത്തിയതെന്ന്. അപ്പോൾ ഇങ്ങനെയുള്ള ശൈലികൾ ആണ് ഇവർ അനുവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ശൈലികൾ തീർച്ചയായും ഈ മന്ത്രിസഭ മുമ്പോട്ട് പോകുമ്പോൾ ഈ JDUവിലും അതുപോലെ TDPയിലും ഇവർ നടത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. എന്നാൽ
ഈ നിതീഷ് കുമാറും അതുപോലെ TDPയുടെ അധ്യക്ഷനുമൊന്നും ചെറിയ മീനുകളല്ല. അവരെയൊന്നും വലയ്ക്കുള്ളിലാക്കാനോ പിടിച്ചെടുക്കാനോ ഉള്ള തന്ത്രമോ ശക്തിയോ ശ്രീ നരേന്ദ്രമോദിക്ക് ഇല്ല. ചന്ദ്രബാബു നായിഡു അദ്ദേഹം ഒരു കിങ് മേക്കറാണ്. അദ്ദേഹത്തിന് വേണമെങ്കിൽ നരേന്ദ്രമോദിയെ കിങ് ആക്കാം. പക്ഷേ അദ്ദേഹം ഒരിക്കൽ പറഞ്ഞ ഒരു വാക്ക് ഞാൻ ഓർക്കുകയാണ്. ഇന്ത്യയിലെ ഏത് രാഷ്ട്രീയക്കാരെക്കാളും ഞാൻ വെറുക്കുന്ന ഒരു രാഷ്ട്രീയക്കാരനാണ് നരേന്ദ്രമോദി. അങ്ങനെ അദ്ദേഹം പറഞ്ഞ ആ ക്ലിപ്പുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയകളിൽ വൈറലാണ്. അപ്പോൾ അതാണ് ചന്ദ്രബാബു നായിഡുവിന് മോദിയെ പറ്റിയുള്ള ഒരു ചിന്ത. അങ്ങനെയുള്ള ചന്ദ്രബാബു നായിഡു മോദിക്കൊപ്പം നിൽക്കുമെന്ന് നമുക്ക് എങ്ങനെ ചിന്തിക്കാൻ സാധിക്കും? അതുകൊണ്ട് ഒരു കാരണവശാലും ഈ മന്ത്രിസഭ മുമ്പോട്ട് പോകില്ല. മോദി അതിനെ ഇവരുടെ പാർട്ടികളെ പുലർത്താൻ ശ്രമിക്കും. അതിനു മുമ്പായി തന്നെ ചന്ദ്രബാബു നായിഡുവും അതുപോലെ നിതീഷ് കുമാറും കൂടെ അവർ മറുകണ്ഠം ചാടും. അതുപോലെ മറ്റൊരു ഇത് വരുന്നത്, ശരത് പവാർ അദ്ദേഹത്തിൻ്റെ NCP പാർട്ടി കോൺഗ്രസുമായിട്ട് ലയിപ്പിക്കാനുള്ള ഒരു നീക്കം നടക്കുകയാണ്. അങ്ങനെ നടക്കുകയും അതോടൊപ്പം തന്നെ ശരത് പവാറിനെ ഇന്ത്യ മുന്നണിയുടെ അധ്യക്ഷനാക്കാനായിട്ടുള്ള ഒരു നീക്കം, അതും കൂടെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ശരത് പവാർ പ്രധാനമന്ത്രിയും നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡുവും, അല്ലെങ്കിൽ നിതീഷ് കുമാർ ഒറ്റയ്ക്ക് ഉപപ്രധാനമന്ത്രിയുമായിട്ടുള്ള ഒരു മന്ത്രിസഭ അനധിവിദൂര ഭാവിയിൽ ഇന്ത്യയിലുണ്ടാകും. അതിനുള്ള സാധ്യതകൾ വളരെ വ്യക്തമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതെൻ്റെ ഒരു പ്രവചനമാണ്. അങ്ങനെ വന്നു കഴിയുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരും.